അതുകൊണ്ട് പക്ഷെ ഞാൻ പറയൂല. ഒരു കഥയുണ്ട്. എന്താ സിനിമ? വാട്സ് ടൈറ്റിൽ ഓഫ് മൂവി? അല്ല, ഈ പടത്തില് അതുണ്ട്. കഥ കാണിച്ചു തരാം. എന്താ ചേട്ടന്റെ പേര്? അതെങ്ങനെ യൂനോന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ അറിയുന്നത്. ഇരിക്കേ കാണാൻ വന്നിരിക്കും. നല്ല അഭിപ്രായം. അത് വിമർശിക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നല്ലൊരു കാര്യമില്ല. അതായത് നമ്മുടെ ആബ്സൻസ് അവിടെ പ്രസൻസ് ആയിട്ട് കൊണ്ടുവരും. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവര് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്, ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട്. അത് ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. എനിക്കത് യാതൊരു അല്ലല്ല പരിഹാസം ഞാൻ അതിനെപ്പറ്റി മറുപടി പറയുകയൊന്നും ചെയ്യില്ല. ഞാനത് എല്ലാം കണ്ട ചിരിച്ചുണ്ട്. ഇപ്പൊ തന്നെ ഭീമന്റെ കഥ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചോദിച്ച് നമ്മള് പ്രസന്റ് ആയിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളതല്ലേ. ചേട്ടൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഈ പടത്തിൽ കാണുമെന്നുള്ളതാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനകത്ത് ഗത മാത്രമല്ല, നമ്മുടെ ഈ പഴയ ഉറുമിയില്ല, ഉറുമി അറിയാം? ആ ഉറുമി അറിയാം. ഉറുമി എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മള് ഞാനൊരു പടത്തിൽ ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ കൂടെ, ചുരുട്ടുക. കറക്റ്റ്. അപ്പോ അത് ഈ പടത്തിലുണ്ട്. ആ പടത്തില് ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ചാല് ഒരു വലിയ അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ ആനയും മറ്റേ അതൊക്കെ വരുന്നത് കളരിയുടെ ഇതൊക്കെ വന്നിങ്ങനെ നമ്മുടെ ഈ ഇത് പോകുന്ന പോലെ ഘോഷയാത്ര പോകുന്ന സമയത്ത് ഈ ഫൈറ്റിനകത്ത് കയറി ഇതിനകത്ത് ഒരു ഫൈറ്റ് നടക്കും. ക്ലൈമാക്സ് ഫൈറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അതിൽ നിന്ന് ഉറുമി തട്ടി കയ്യിൽ വരുന്നുണ്ട്. ഈ ഉറുമി വെച്ചൊരു കളിയുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നേരത്തെ കളരി പഠിച്ചത് വടക്കനും തെക്കനും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് വെച്ചൊരു കളി അതിനകത്തെ കളി ഞാൻ രാജേഷിനോട് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് പറഞ്ഞ് നമുക്ക് വെച്ചാൽ മടിയും മറ്റേ വലിയ മടി. കുഴപ്പമില്ല, ഞാൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ചെയ്യണം, എന്നെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻസ് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും എനിക്ക്. ഞാൻ പറഞ്ഞൊരു ചേഞ്ചസ് ഓഫ് സാധനം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ജനം സ്വീകരിക്കാതിരിക്കില്ല, യാതൊരു സംശയമുണ്ട്. അത് മാത്രമല്ല വെറൈറ്റി ഓഫ് ഫൈറ്റ് ഇതിനകത്ത് കാണിക്കാൻ നമുക്ക്. അതായത് പഴയ അവിടുന്ന് ചോദ്യം ചോദിച്ച നാളെ നല്ല നല്ല ചോദ്യമാണ് ഇത്. പഴയ ഭീമനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ഇതിലും നല്ല രസകരമായിട്ടുള്ള ആക്ഷൻ മൂവി ആകും. അത് നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച്. എന്തോ ആണോ? റൈറ്ററുടെ അതെ അതെ ഭീമൻ എന്ന പേര്. അതെ. ഒരു അവസാന ഒരു കാര്യം കൂടി, ഈ പൊളിറ്റിക്സിലേക്ക് വന്ന് സജീവമാവുന്നുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെയാ പോകുന്നത്? അത് രണ്ടും ഒരുമിച്ച് നല്ല രീതിയിൽ പോകും. പിന്നെ അത് ഉറപ്പല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് ഞാൻ സിനിമയിലായിരുന്ന സമയത്ത് ആദ്യം പെർമിഷൻ കിട്ടിയെങ്കിലേ പടത്തിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പുറകിൽ ഒരുപാട് നടന്ന, പെർമിഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് നടന്നതാണ്. അവസാനം സത്യം മാസ്റ്ററുടെ ഒരു പെർമിഷൻ, അതായത് അദ്ദേഹം ഉന്നപ്രവായ സമയത്ത് അവിടെ SI ആയിരുന്ന കാലത്ത്, അവിടെ നിന്നാണ് അദ്ദേഹം നാടകത്തിൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഒരു പെർമിഷൻ എഴുതി ചോദിച്ചായിരുന്നു അന്ന് നമ്മുടെ സ്റ്റേറ്റിൽ. അപ്പൊ അദ്ദേഹത്തിന് ഒരു പെർമിഷൻ കൊടുത്തു. അപ്പൊ അതിനകത്തൊരു വേർഡ് ഉണ്ട്, അക്സെപ്റ്റ് ദ റെമ്യൂണറേഷൻ വിത്തൗട്ട് ഡെട്രിമെന്റൽ ടു അവർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് എന്നും പറഞ്ഞ് അന്നത്തെ ഇരുന്ന സ്റ്റേറ്റിലുണ്ടായിരുന്ന CM ആണോ അല്ല മറ്റുള്ള ആരാണോ ആ സമയത്തുണ്ടായിരുന്നു വെച്ചാൽ അദ്ദേഹം അവർ കൊടുത്ത ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ടായിരുന്നു. ആ പെർമിഷൻ ലെറ്റർ ഞാൻ ത്രൂ പ്രോപ്പർ ചാനൽ ഒരുപാട് ട്രൈ ചെയ്തതാണ് എനിക്കിത് കിട്ടാൻ വേണ്ടി. അത് കിട്ടിയില്ല. പക്ഷെ സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു പിടിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് അന്ന് നമ്മുടെ MP